കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ കുറുവാക്യം ബുക്ക് ഓഫ് ആക്ട്സ്, പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം. ഒരു അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചുകൊണ്ട് അതിന്റെ 3-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണെന്ന് ചോദിക്കുന്നവര്, ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം? അപ്പോസ്തലന്മാരുടെ ഉപദേശം ഒറ്റ വാക്കി പറഞ്ഞാൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം. ഇത്ര സംശയം വന്നിരിക്കുന്നതിന് അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ച ഉപദേശം ഇങ്ങനെ പഠിക്കാം. കർത്താവ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്നു. കർത്താവ് വന്നു, ആദാമ്യ പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. ആ കർത്താവ് രണ്ടാമത് സഭയെ ചേർക്കാൻ വരും. ചേർക്കാൻ വരുമ്പോൾ ആരെയാ ചേർക്കുന്നത്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം തുരുക്കി പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് ചേർക്കാൻ വരുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞത് ആ സഭ, കർത്താവിന്റെ സഭ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വരുന്ന സഭകളാ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഇന്നുള്ള സഭകൾ അപ്പോസ്തലവിഷം പഠിപ്പിക്കുന്നില്ലല്ലോ പാസ്റ്റർ. അതേ പഠിപ്പിക്കുന്നില്ല, അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഭകൾ പഠിപ്പിക്കുന്നില്ല. 94-കാരനായ ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മരിക്കുന്നതിനും ഇങ്ങനെ പറഞ്ഞു, സഭ അതിന്റെ പാത വിട്ട് അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു, എന്ത് അബദ്ധസഞ്ചാരം? അത് സഭയുടെ യഥാർത്ഥ ഉപദേശം സഭയെ പഠിപ്പിക്കാതെ സഭ വേറെ എന്തൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാ പുള്ളി അങ്ങനെ ആ ഭാഷ ഉപയോഗിച്ചത്. ഞാൻ 3-4 പദങ്ങൾ നിങ്ങളോട് മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. സഭ ക്രിസ്തുവിന്റെ ശരീരം. ശരീരമാണെങ്കിൽ തല യേശുക്രിസ്തുവാണ്, ആണല്ലോ. തല യേശുക്രിസ്തു ആണെങ്കിൽ കൊലോസിലെ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചാൽ, കൊലോസ്യർ 2:18 അല്ല 2:10 വായിച്ചിട്ട് 18 വായിക്കാം. 2:10 ആദ്യം വായിക്കാം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പൊ തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തലയായ ക്രിസ്തുവിൽ നിന്നുള്ള ഉപദേശം സ്വീകരിച്ച് ശരീരമാം സഭയുടെ അവയവങ്ങൾ പരിപൂർണതയിലേക്ക് വരുന്നു. കേട്ടോ, എത്ര ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുക. ഹല്ലേലൂയ. അടുത്ത് അതിന്റെ 18-ാം വാക്യത്തിന്റെ 2-ാം പാർട്ടിലേക്ക് വരുന്നു. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. എന്താ അതിന്റെ അർത്ഥം? തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവൻ ആരും വിരുദ് തെറ്റിക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? സഹോദരൻ നോക്കി, ഇവിടെ നോക്കി, എന്താ എന്റെ അർത്ഥം എന്താ? 10-20 വർഷമായില്ലേ നിങ്ങൾ രക്ഷിക്കപ്പെട്ട്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം രക്ഷാപൂർത്തിയിലേക്ക്, ആത്മീയ വളർച്ചയിലേക്ക്, ആത്മീയ വർധനവിലേക്ക് നടത്തപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. അതാണ് അത് അറിഞ്ഞൂടാത്തത്. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും വിരുദ് തെറ്റിക്കരുതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചോ. തലയായ ക്രിസ്തുവിന്റെ ഉപദേശം പ്രസംഗിക്കാത്തവര് വിശ്വാസികളെ വിരുദ് തെറ്റിക്കുകയാണ്. ഇത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, ശരിയല്ലേ? ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഒരു കുറ്റവാളി തെറ്റ് ചെയ്താൽ കോടതി വിധി കൽപ്പിക്കുന്നത് ഇത്രാം വകുപ്പ് പ്രകാരം ഈ കുറ്റവാളിക്ക് ഇന്ന ശിക്ഷ.
ഒരു ബൈലോ ഉണ്ട്, ഒരു നിയമമുണ്ട്, ഒരു ലോ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ കോടതികൾക്ക് നിയമമുണ്ട്. ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടനയുണ്ട്, നിയമമുണ്ട്. ആ നിയമം വെച്ചാണ് അവനെ കുറ്റം വിധിക്കുക. എന്നതുപോലെ ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് അവനെ കുറ്റം വിധിക്കും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീവതാകലും അത് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം, വിശ്വാസികൾക്കുള്ള ന്യായാസനം, അവിശ്വാസികൾക്കുള്ള വെള്ളസിംഹാസനം. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. അപ്പോ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വരുന്ന വിശ്വാസികൾക്ക് മാത്രമേ ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ശിക്ഷാവിധിയിലാകപ്പെടും. അതവിടുത്തെ വിഷയം. ഞാനിത് എത്ര നാളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഹൃദയത്തിലുള്ള വേദന ഇന്ന് കാണുന്ന ക്രൈസ്തവ സമൂഹം ഇവരങ്ങോട്ടായി പോകുന്നേ. മരിച്ചു കഴിയുമ്പോൾ മനോഹരമായ നിലയിൽ പ്രസംഗിക്കാൻ സംഘടനാ പാസ്റ്റർമാരുണ്ട്. അത് സഭയിലെ ലോക്കൽ പാസ്റ്റർമാർ പോരാ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ സംഘടനയുടെ ഏറ്റവും ടോപ്പ് ലീഡേഴ്സിനെ കൊണ്ടുവന്നാ പ്രസംഗിക്കുന്നത്, സീനിയർ പാസ്റ്റർമാരെ കൊണ്ടുവന്ന് പ്രസംഗിക്കുന്നത്. കാരണം എന്താ? എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. ഒരു ലോക്കൽ ചർച്ചിലെ ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ ആ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ പ്രാർത്ഥിച്ച് വേണം കുഴിച്ചിടാൻ. സെൻട്രലും ലോക്കലും പ്രസിഡന്റും സെക്രട്ടറിയെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് കുഴിച്ചിട്ടാലൊന്നും ഈ ആത്മാവ് ഒന്നും പോകത്തില്ല. അല്ലേലും ഒന്നും പോകാൻ പോകുന്നില്ല. കാരണം ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് വരുവാൻ, രൂപാന്തരം പ്രാപിക്കുവാൻ, പുതിയ നിയമ അപ്പോസ്തല ഉപദേശം അനുസരിച്ച് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഈ പുസ്തകത്തിലുണ്ട്. അത് പറയുന്നുണ്ട്. അത് പാലിക്കാത്തവർക്ക് ആർക്കും ഉയർപ്പും രൂപാന്തരവും കിട്ടത്തില്ല. അതാരും പഠിപ്പിക്കുന്നില്ലെന്ന് വെച്ച് പുസ്തകത്തിലെ ഉപദേശം അല്ലാതാകുന്നുണ്ടോ? അതെപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പല പ്രാവശ്യം ഞാനത് ഉരുവിട്ടുകൊണ്ടിരിക്കുക. കാരണം എൻ്റെ ഈ വചനം കേൾക്കുന്ന, എൻ്റെ ഈ ചെറിയ സന്ദേശം കേൾക്കുന്ന വാത്സല്യ ദൈവമക്കൾ ഇതൊന്ന് ഗ്രഹിക്കണമെന്നുള്ള വളരെ ആഗ്രഹത്തോടാണ് ഞാനത് പറയുന്നത്, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. എനിക്ക് ഓർമ്മയില്ലാതെ പറയുകയല്ല. ക്രിസ്തുവിന്റെ ഭാവവും ക്രിസ്തുവിന്റെ മനസ്സും അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാതെ അവന്റെ സ്വരൂപത്തോട് അന്വരാകയില്ല. മരിച്ചു കഴിയുമ്പോൾ പ്രൊമോട്ടഡ് ഹെവൻ, കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു, സ്വർഗരാജ്യത്തിലേക്ക് പോയി. എറണാകുളത്ത് ഒരു കൂട്ടായ്മ, ഒരു സഭയുണ്ട്. ആ സഭയും പ്രധാനമൊന്നും ഞാൻ പറയുന്നില്ല, നാണക്കേടാണ് അത് പറയാൻ എനിക്ക്. ഒരു ഫ്ലൂട്ട് വായിക്കുന്ന ഒരു മ്യൂസിഷ്യൻ, ഒരു മ്യൂസിക് ടീമിലെ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ്, ക്രിസ്തീയ പാട്ടുകൾക്ക് ഫ്ലൂട്ട് വായിക്കുന്ന സഹോദരൻ മരിച്ചുപോയി. 35 വയസ്സേ ഉള്ളൂ, നല്ലൊരു പയ്യനായിരുന്നു. അപ്പൊ അവരുടെ ചർച്ചിലെ ഒരു ടോപ്പ് പാസ്റ്റർ വന്നിട്ട് പ്രസംഗിച്ചു, സ്വർഗത്തിലെ മ്യൂസിക് ടീമിൽ ഫ്ലൂട്ട് വായിക്കുന്നതിനൊരുത്തം വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഹോദരനെ അങ്ങോട്ട് വിളിച്ചതാണ്. എന്താ അതിനർത്ഥമുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തെങ്കിലും സത്യം ഉണ്ടോ ഇതിൽ? സ്വർഗീയ ടീമിൽ അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയെന്നല്ല. ഒരു മനുഷ്യൻ മരിച്ചാൽ, ക്രിസ്തുവിനെ കൂടാതെ മരിച്ചാൽ യാതനാ സ്ഥലത്ത്, ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചവൻ മരിച്ചു കഴിഞ്ഞാൽ വിശ്രാമ സ്ഥലത്തേക്ക് പോകും. അതാണ് വേദപുസ്തകത്തിന്റെ പുതിയ നിയമവ്യവസ്ഥ, ഉപദേശം. അത് തെളിയിച്ച് പറയേണ്ട ആവശ്യമില്ല, എനിക്കതിന് അവിടെ അതിന് സമയം എടുക്കുന്നില്ല. നമുക്ക് മരിച്ചു കഴിഞ്ഞ് പോണ കാര്യത്തെക്കുറിച്ചല്ല, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൽ ജീവിച്ച് മരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുന്നത്. അല്ല വേറൊന്നുമല്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിച്ചാലൊന്നും പിടി കിട്ടത്തില്ല. ജീവനോടിരിക്കുമ്പോൾ ദൈവവചനം അനുസരിച്ച് ജീവിച്ച് മരിച്ചാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? ഇതേയുള്ളൂ. അതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്. എൻ്റെ കൂടെ വന്നൊരു സഹോദരി ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ കൂടെ വന്നാൽ മരിച്ചാൽ അടക്കാൻ തരവില്ല. അപ്പൊ അവരുടെ ചിന്ത മരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അടക്ക് കിട്ടണം.
ആർക്ക് കിട്ടിയ അടക്ക് പോലെ? ലാസറിനെ അടക്കിയത് പോലെ അടക്കണം. അല്ല, ധനവാനെ അടക്കിയത് പോലെ അടക്കണം. ധനവാൻ എങ്ങനെ അടക്കിയത്? ഞാനതിനെ കുറിച്ച് മനസ്സിലാക്കിയത്, നഗരി കാണിക്കൽ. വലിയ ബിഷപ്പുമാരും വലിയ വലിയ ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇച്ചിരി കുറവാ നഗരി കാണിക്കുക. കാരണം അദ്ദേഹം അവര് ഭരിച്ചുകൊണ്ടിരുന്ന ആ സംസ്ഥാനങ്ങളും ആ ജില്ലകളൊക്കെ കൊണ്ടുവന്ന് ഈ ശവം കൊണ്ടുവന്ന് കാണിച്ചതേ ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവരോട് പറയാം, എന്ത് പോവുകയാണ്, ഇവിടെ പോവുകയാണ്. ഇതിലൊക്കെ എന്തെങ്കിലും കഥയുണ്ടോ ദൈവമക്കളെ? ഈ നഗരി കാണിക്കലും രാജാവ് പ്രജകളോട് മൊഴിചൊല്ലലും ഇതിലൊക്കെ വല്ല കഥയുണ്ടോ? ഈ മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേറ്റ് വരുമോ എന്നുള്ളതല്ലേ ചിന്തിക്കേണ്ടത്. മരണാനന്തര ജീവിതം ക്രിസ്തുവിനോടുകൂടി അല്ലെങ്കിൽ വിശ്രാമ സ്ഥലത്ത് ആയിരിക്കുമോ എന്നുള്ളതല്ലേ ചിന്തിക്കേണ്ടത്. കാഹളം ധ്വനിക്കുമ്പോൾ ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ് വരുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത്. കാഹളം ധ്വനിച്ച് കർത്താവ് വരുമ്പോൾ ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കണമെന്നല്ലേ ചിന്തിക്കേണ്ടത്. അതിലപ്പുറമായിട്ടുള്ള ചിന്തകൾക്ക് എന്ത് പ്രസക്തി? ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്ന അവസ്ഥയാണ് ഈ മരണത്തെക്കുറിച്ചുള്ള വിഷയം. പേടിച്ച് വേദനിക്കുന്നതല്ല, മരിച്ചു കഴിയുന്ന വിശ്വാസികൾ എങ്ങോട്ടാ പോകുന്നെന്ന് എന്റെ ചോദ്യം. പാസ്റ്റർമാർ കൊണ്ടുവന്ന് അടക്കി കവറും മേടിച്ച് അവർ സ്ഥലപ്പെടും. ഈ ആളെങ്ങോട്ട് പോയി? ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ അതിനെക്കുറിച്ച്? എല്ലാവരും ചിന്തിക്കുന്നത് എന്താ? ആ അച്ഛൻ മരിച്ച് സ്വർഗത്തിൽ പോയി, അമ്മ മരിച്ച് സ്വർഗത്തിൽ പോയി, ആ കുഞ്ഞു മരിച്ച് സ്വർഗത്തിൽ പോയി, ഈ ആള് മരിച്ച് സ്വർഗത്തിൽ പോയി, എല്ലാവരും സ്വർഗത്തിൽ പോയി, സ്വർഗത്തിൽ പോയി. സ്വർഗരാജ്യം ഒന്നും അങ്ങനെ വെറുതെ ആർക്കും കിട്ടത്തില്ല. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പഠനങ്ങളിൽ പലതുണ്ട്. അതിലൊന്ന് ഒന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയാം. സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു എന്നാ കർത്താവ് പഠിപ്പിച്ചേ. സ്വർഗരാജ്യം നമ്മൾ പിടിച്ചെടുക്കുക എങ്ങനെ? ദൈവവചനം അനുസരിച്ച് ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് സ്വർഗരാജ്യം പിടിച്ചെടുക്കുക ചെയ്യുന്നേ. ചുമ്മാ വല്ലവരും പറയുന്നത് കേട്ട് നമ്മൾ ജീവിക്കല്ലേ ദൈവമക്കളെ? സ്വർഗരാജ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇമ്മിണി പ്രയാസമുള്ള കാര്യമാണ്. 50 വർഷം വിശ്വാസ ജീവിതം നയിച്ച ഒരു സഹോദരിയോട് ഞാൻ ചോദിച്ചു, സഹോദരി സ്വർഗത്ത് ആര് പോകും? പുള്ളിക്കാരി പറയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പശുദംശം പ്രാപിച്ചു വിശുദ്ധിയിലും വേർപാടിനും ജീവിച്ച സ്വർഗത്ത് പോവാം. അങ്ങനെ ഏത് പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്? വലിയ ആശയക്കുഴപ്പത്തിലായി പുള്ളിക്കാരി. 50 വയസ്സുള്ളത് ചിന്തിച്ചോ? പെന്തക്കോസ്ത് കുടുംബത്തിൽ പെറ്റി വീണ ഒരു ഗുണവുമില്ല. ജീവിതം ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് പറയുക. ഞാൻ ചോദിച്ചു, സ്വർഗത്ത് ആര് പോകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്? അതറിയില്ല. പിന്നെ 50 വർഷം നിങ്ങൾ ഏത് സഭടംഗമായിരുന്നു? ഒരു വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ അംഗമായിരുന്ന ഒരു സഹോദരിയോട് ഈ എളിയ മനുഷ്യൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, എനിക്കറിയത്തില്ല പാസ്റ്റർ. എന്തെങ്കിലും പറയാനുണ്ടോ അതിനെക്കുറിച്ച്? ഒന്നും പറയാനില്ല. അപ്പൊ അറിയില്ല. പിടിക്കപ്പെട്ടോ? പിടിക്കപ്പെട്ടു. മത്തായി 7:21 വായിച്ചു. പെട്ടെന്ന് വായിച്ചു. ഹല്ലേലൂയ, 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 സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മത്തായി 7:21. നിങ്ങൾ തന്നെ വായിക്കണം, നിങ്ങളുടെ വാഗോണ്ട് തന്നെ അത് കേൾക്കണം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കും. എത്ര ക്ലിയർ ആയിട്ട് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. 20 വർഷമായ നിങ്ങൾക്ക് സ്വർഗത്ത് ആര് പോകുമെന്ന് കർത്താവ് പറയുന്നത് അറിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് എന്റെ ചോദ്യം. ഇനി മരിച്ചാലേ സ്വർഗത്ത് പോകില്ലെങ്കിൽ പോകത്തില്ലായിരുന്നു ഇവരെ. കാരണം സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്താൽ അത്രേ സ്വർഗരാജ്യത്ത് പോകത്തുള്ളൂ. എന്താണ് പിതാവിന്റെ ഇഷ്ടമെന്ന് ആരാ ഇവിടെ പഠിപ്പിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. ഞാൻ ഇച്ചിരി റബലിലാണ് കേട്ടോ, ക്ഷമിച്ചോണം എന്നോട്. സ്വർഗരാജ്യത്തേക്ക് ആര് പോകുമെന്ന് കർത്താവ് പഠിപ്പിച്ചു. ആ വാക്യം പോലും അറിയാത്ത പെന്തോക്കോസുകാരെ നിങ്ങൾ എങ്ങോട്ടാ പോണേ? ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചോ. ഞാൻ മുമ്പത്തെ 2, 3, 4, 5, 6 എപ്പിസോഡിന് മുമ്പ് ആ വാക്യം പറഞ്ഞ് പ്രസംഗിക്കണമെന്ന് എന്റെ ചിന്ത. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് ആരെങ്കിലും പറഞ്ഞു തരണ്ടേ?
തേരിലിരുന്നുകൊണ്ട് ഷണ്ണൻ വായിക്കുക. കഷ്ടമനുഭവിക്കുന്ന പ്രവാചകൻ ഓ എന്ന് പറഞ്ഞ് വായിച്ച് സങ്കടപ്പെട്ട് പോവുക. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, തേരിനോട് ചേർന്ന് നടന്നോളാൻ പറഞ്ഞു. ഒരു നല്ല മനസാക്ഷിയുള്ള ഒരുത്തം വരുന്നുണ്ട്. കറുത്ത നീഗ്രവർഗക്കാരുടെ ഇടയിൽ ഉണർവ് പ്രാസംഗികനായി അനേകരെ രക്ഷയിലേക്ക് നടത്താൻ പറ്റിയ നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ വരുന്നുണ്ട്. പോയി തേരിനോട് ചേർന്ന് നടക്കുമ്പോഴാണ് ഈ വായന. കഷ്ടമനുഭവിക്കുന്ന പ്രവാചകൻ, യെശയ്യാ പ്രവാചകന്റെ സൂക്തങ്ങൾ വായിച്ചുകൊണ്ട് പോവുകയാ. അപ്പൊ ഫിലിപ്പോസ് ചോദിച്ചു, ഇത് ഫിലിപ്പോസിനോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, ഇത് ആരെ കുറിച്ച് പറയുന്നു? യെശയ്യാവ് ഇത് ആരെ കുറിച്ച് പറയുന്നു? വായിക്കുന്ന പുള്ളിക്ക് ഇത് അറിയത്തില്ല ഇതാരാണെന്ന്. ഈ കഥാപാത്രം കഷ്ടമനുഭവിക്കുന്ന പ്രവാചകൻ ആരാണെന്ന് പുള്ളിക്ക് അറിയത്തില്ല. ഫിലിപ്പോസ് ഉപദേശി 2ാം ക്ലാസ്സുകാരനോ 1ാം ക്ലാസ്സുകാരനാണെങ്കിലും അവൻ ദൈവം ആക്കി വെച്ച ശുശ്രൂഷകനായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഈ കഷ്ടമനുഭവിക്കുന്ന പ്രവാചകൻ ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ചാണ് യെശയ്യാവ് യേശുക്രിസ്തു ജനിക്കുന്നതിന് സുമാർ 500-600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചന ഭാഗമാണ് ഈ ഷണ്ണൻ വായിച്ചുകൊണ്ട് പോകുന്നത്. അവൻ അറിയത്തില്ല എന്താണ്. ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ. അപ്പൊ ഫിലിപ്പോസ് ചോദിച്ചു, ഇതാരാ ഈ പ്രവാചകൻ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞ, പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ? പിന്നെ എന്തിനാ നീ വായിക്കുന്നേ? ഈ പൊരുൾ അറിയില്ലെങ്കിൽ നീ എന്തിനാ വായിക്കുന്നേ? അല്ലെ, അവന്റെ ഹൃദയം കർത്താവ് കണ്ടു. ഫിലിപ്പോസ് വിവരിച്ചു കൊടുത്തു, യേശുക്രിസ്തുവിനെ കുറിച്ചാ പറയുന്നെന്ന് പറഞ്ഞു. ഉടനെ ഫിലിപ്പോസ് അവനോട് യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു. അവൻ ന്യായപ്രമാണം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്തത്. യേശുക്രിസ്തു ആദാമ്യ പാപത്തിന് വേണ്ടി മരിച്ചു സഹോദര, അല്ലയോ? എന്ത് മിനിസ്റ്റർ അവൻ? ഫൈനാൻസ് മിനിസ്റ്റർ. തോമസ് ഐസക്കിന്റെ റാങ്ക് ഉണ്ടവന്. വലിയ മന്ത്രിയൊക്കെയാ, പക്ഷെ ബോധമില്ല. ഇന്ന് അതുപോലെയാ. വലിയ വലിയ അറിവുള്ളവർക്ക് ആത്മീക ജ്ഞാനമില്ല, ആത്മീക ബോധമില്ല, വേദോസ്തവം വായിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, തിരുവചന സത്യങ്ങൾ അവർക്ക് അറിയത്തില്ല, അവർക്കതിന് സമയമില്ല. ഭാഷകൾ 8 മണിക്കൂർ ജോലി കഴിഞ്ഞു വന്നാൽ പിന്നെ എന്റർടൈൻമെന്റ്. എന്താ ഈ എന്റർടൈൻമെന്റ്? മൊബൈലിലോ ലാപ്ടോപ്പിലോ, പിന്നെ കുട്ടികളെ കൊണ്ട് പാർക്കിലോ ഒക്കെ ഇങ്ങനെ പായുക. രാത്രി ആകുമ്പോൾ ഹോട്ടലിൽ ഫുഡ് കഴിച്ച് വന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാടി, ഒരു ഉണക്ക പാട്ടും പാടി ഒരു അധ്യായം വായിച്ചിട്ട് മാത്രം ഇതാ മലക്കുന്നതെന്ന് പറഞ്ഞ് കിടക്കുക. പെന്തക്കോസുകാരനാ ഇവൻ. ചാകാൻ കാത്തിരിക്കുക പാസ് കുഴിച്ചിടാൻ. എന്തിനാ കാര്യം? കാശുള്ളവനാ, കുഴിച്ചിട്ടാൽ കാശ് കിട്ടും, വല്ല തടയും കയ്യിൽ. ഇവന്റെ പേരും പറഞ്ഞ് ചായയും സ്നാക്സും കഴിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. ഉടനെ പ്രസംഗമായി. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. എടാ, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം, അത് പൊരുൾ തിരിച്ചോട്. അവൻ ഇരുപക്ഷക്കാരെയും ന്യായപ്രമാണത്തിന്റെ നടുചുവർ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷക്കാരെയും ക്രിസ്തുവിൽ ഒരേ പുതുമനുഷ്യനാക്കി. എന്താ ഈ ഇടിച്ചു കളഞ്ഞത്? ന്യായപ്രമാണം. എങ്ങനെ ന്യായപ്രമാണം ഇടിയപ്പെട്ടത്? യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ. ഇതൊന്നും തെളിയിച്ചു കൊടുക്ക. അതിന് സമയമില്ലെന്ന് ഞാൻ പറയത്തില്ല, അതിനെ അറിയത്തില്ല, പാവങ്ങൾ അറിയത്തില്ല. ഞാൻ അവരെ കുറ്റം പറയുകയാണെന്ന് തന്നെ വെച്ചോ. കാരണം ഇങ്ങനെയുള്ളവരുടെ 25 വർഷത്തെ ഉപദേശം കേട്ട് നശിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കാണ് സ്വർഗത്തിന്റെ ദൈവ വനത്തിന്റെ വെളിപ്പാടുകൾ തന്നു മുതൽ ഞാൻ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. യിരെമ്യാ പ്രവാചകൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും നീ അവരോട്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, കർത്താവ് വരാറായി, സഭ ചേർക്കപ്പെടാൻ നേരമായി. നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വരുന്ന ഗ്രൂപ്പിലാണോ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് അപ്പോസ്തല ഉപദേശം വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിക്ക്. സ്വർഗത്ത് പോകണമെങ്കിൽ ഒരടക്കിന് വേണ്ടി കാത്തിരിക്കാതെ. നേരത്തെ എന്നോട് സഹോദരി പറഞ്ഞല്ലോ, നിങ്ങളുടെ കൂടെ വന്നാ എന്നെ അടക്കാൻ ആളില്ല. ഞാൻ പറഞ്ഞാണ്, നിങ്ങളെ കൂടെ വന്നാൽ ഞാൻ അടക്കാൻ ആളില്ല. നിങ്ങളെ ചത്തു കഴിയുമ്പോൾ കൊണ്ടുവന്ന് പക്ഷിക്ക് ഇട്ട് കൊടുക്കും, അടക്കാൻ ആളില്ല. മാന്യമായ നിലയിൽ അടക്കും. അല്ലെങ്കിൽ അടുത്ത് ഇഷ്ടം പോലെ കിടപ്പുണ്ട്, ഇത് ശ്മശാനം കിടപ്പുണ്ട്, ഇലക്ട്രിക്കലും ഒക്കെ കിടപ്പുണ്ട്. എന്റെ ശരീരം
എൻ്റെ ശരീരം കത്തിച്ച് കളയുന്നതിന് എനിക്കൊരു ഒരു ബുദ്ധിമുട്ടുമില്ല. ഭാര്യ മക്കളും സമ്മതിക്കത്തില്ല. നിങ്ങൾ അതിപ്പോ ഞാൻ ചെയ്യാൻ ബന്ധുക്കോസാർക്ക് പേടിയാ, കത്തിച്ചു കഴിഞ്ഞാൽ അറിയത് പോകും. എടാ, ഇത് മരിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ട് മറവ് ചെയ്യാന്നുള്ളതിന് എൻ്റെ ഉദ്ദേശം. ഞങ്ങളുടെ അയൽവാസിയായ ഒരാളെ വഴക്കുണ്ടാക്കി, വഴി പ്രശ്നത്തെ ചൊല്ലി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഈ വഴി പ്രശ്നത്തെ ചൊല്ലി നിങ്ങൾ എന്തിനാ മനുഷ്യ വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾ ചത്താൽ നിങ്ങളെ ചിരട്ടയും നല്ല ഒന്നാം തരം വെറുകേരിയും കൊണ്ടുവന്ന് വെച്ച് കത്തിച്ചു കളയും. ഞാൻ മരിച്ച എന്നെ കൊണ്ടുവന്ന് പെട്ടിയിൽ വെച്ച് പുഴു തിന്നു പോകും. എന്നെ പുഴുവും തിന്നും, നിങ്ങളെ തീയും വിഴുങ്ങും. ഇതല്ലേ സംഭവിക്കണേ? എന്തിനായി ബഹളം? എന്തിനായി വഴക്ക്? സ്നേഹത്തിൽ ജീവിച്ചൂടെ? തമ്മിൽ തമ്മിൽ സ്നേഹിച്ചുകൂടെ? മനസ്സിലായി? ഞാനത് പറഞ്ഞപ്പോ ഒത്തിരി പേര് കേൾക്കാനിടയായി. ആരും മിണ്ടുന്നില്ല, മിണ്ടാതിരിക്കുക പൂച്ച പോലെ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഞാൻ പറഞ്ഞ ട്രൂത്ത് അല്ലേ? ഒരു പിടി ഭസ്മമായിട്ടോ അല്ലെങ്കിൽ കുറെ പുഴുകളെല്ലാം കൂടി ചേർന്ന്, കുറെ പാറ്റയെല്ലാം കൂടി ചേർന്ന്, നാളെ ഒരു കല്ലറ എടുത്തിട്ടിട്ട് 3-4 പാറ്റ എടുത്തിട്ട് കാണിച്ചിങ്ങനെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താ ഈ പുള്ളി പറയുന്നത്? ആ പുള്ളി പറയുക, നമ്മളെയൊക്കെ ചാപ്പിടുന്ന സാധനമായി ഇരിക്കുന്നത് 3-4 പാറ്റ, എത്ര ഉണ്ടെങ്കിലും തിന്നോളൂ, കുറച്ച് ദിവസം എടുത്ത് അവർ തിന്നോളൂ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതം. എത്രയൊക്കെ പെർഫ്യൂം അടിച്ചെന്ന് പറഞ്ഞാലും, എത്ര മുടിയൊക്കെ കറുപ്പിച്ച് സുന്ദരനായി ജീവിച്ചാലും ഇതാണ് അവസ്ഥ. ഒരിക്കലീ ജഡത്തെയും ജഗത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാം. അല്ലേ? പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്നു മനുഷ്യ. എന്താ ഒരു പ്രത്യാശയ്ക്ക് വഴി? അതെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. വിശ്വസിച്ചത് കൊണ്ട് മാത്രമായോ? ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിനെ വിശ്വസിച്ച്, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കണം. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പി. ഞാനിവിടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാകളോട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതിയിലെ ശിഷ്യര പ്രമാണം പ്രമാണിക്കണം. കർത്താവ് തന്ന പ്രമാണം അനുസരിക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശങ്ങൾ അത് മുറുകെ പിടിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം, അത് പ്രസംഗിക്കണം, അത് അനുസരിക്കണം, അത് മറ്റുള്ളവരെ ഇവിടെ പറഞ്ഞു കൊടുക്കണം. വേലയും കൂലിയില്ലാത്തവനല്ല, നല്ല നമ്പർ 1 ജോലി ഉണ്ടായിരുന്നു. അഹങ്കാരമായിട്ട് പറയല്ല. ആ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഈ ഉപദേശം പ്രസംഗിക്കാനായിട്ട് ഞാൻ നിന്നെ വേർതിരിക്കുക, പൊക്കോളാൻ പറഞ്ഞു. ആ ജോലി കളഞ്ഞിട്ട് വന്നോണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഒരു വീടുണ്ടാക്കി, ഒരു മോളുണ്ടായി, മോളെ കല്യാണം കഴിച്ചു, ഞാൻ 0 ആയി. അവിടെ കിടന്നെങ്കിൽ കോടികൾ കിട്ടിയെന്നെ. ഇന്ന് പലരും കോടികൾ ഉണ്ടാക്കി ആ കോടികളുടെ പുറത്ത് കയറി ഇരിക്കുക, ഇവിടെ തമ്മിൽ തല്ലി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഭയങ്കര അടി, 2 കൂട്ടരും കൂടി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പണമാണ് നിങ്ങളെ തമ്മിൽ തല്ലിക്കുന്നത്. നിങ്ങൾ കാശിന് പോക്കില്ലാത്തവരാണെങ്കിൽ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായല്ലേ. നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയ പണമാണ് സഹോദര നിന്നെ കൊണ്ട് ഈ തമ്മിൽ തല്ലിപ്പിക്കുന്നത്. ഒന്നും വേണ്ടിയില്ലല്ലോ. നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല സഹോദര, നമുക്കെല്ലാം ഉണ്ട്. ഒന്നുമില്ലെങ്കിലും എല്ലാം കൈവശമുള്ളവരെന്ന് പൗലൂസ് 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വേണമെങ്കിൽ എടുത്തൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം എടുത്താൽ. ഓ ഹല്ലേലൂയ, എത്ര മനോഹരമായ ഒരു സബ്ജക്റ്റ് ആണ്. ഞാനത് വായിച്ച് സന്തോഷിക്കാറുണ്ട്. ഹല്ലേലൂയ. അതിന്റെ എല്ലാം വായിക്കാൻ ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 4-ന്റെ 2-ാം പാർട്ട് മുതൽ. ബഹു സഹിഷ്ണുത, കഷ്ടത, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമതയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവഭക്തി, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ച്
ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ തന്നെ. മരിക്കുന്നവരെന്നിട്ട് ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ. എന്റെ ദൈവമേ, ദരിദ്രരാണ് പക്ഷെ എന്ത് ചെയ്യാ, പലരെയും എന്ത് സമ്പന്നത വെച്ചാ മനസ്സിലാ, വെളിപ്പാട് കിട്ടിയല്ലേ. ദൈവത്തിന് മഹത്വം കൊടുകയും. ഞങ്ങൾ ദരിദ്രരാണ് പക്ഷേ ആത്മീയ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരെ ഞങ്ങൾ സമ്പന്നരാണ്. 1 Corinthians 4:11, 12, 13 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഈ നാഴികവരെ നിങ്ങൾ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ട് കൊടുക്കാനില്ല, പിന്നെ കുടിക്കാനില്ല, സ്ഥിരവാസം കൂടാതെ ഞങ്ങൾ ഇരിക്കുക, അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്ന് വരെ സകലത്തിന്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ബയോഡേറ്റ ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ചത്. ഇന്ന് കർത്താവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരുടെ ബയോഡേറ്റ എന്താണെന്ന് നിങ്ങൾ പറ. കോടിക്കണക്കിന് സമ്പാദിച്ചു വെച്ചിരിക്കുക. മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഭാര്യയുടെയും അനിയത്തി അവർക്ക് ഇവർക്കുമല്ല എഴുതി വെച്ചിരിക്കുക. എന്നിട്ടാ സുവിശേഷം പ്രസംഗിക്കുന്ന ആര് കേൾക്കാൻ? മടങ്ങി വാ, മാനസാന്തരപ്പെട്. സുവിശേഷം പ്രസംഗിക്കാൻ നടക്കുന്നു. സുവിശേഷം പ്രസംഗിച്ച് ലാഭം ഉണ്ടാക്കുകയാണ് ഇന്നത്തെ സുവിശേഷന്മാര്. എന്നെ തല്ലി കൊല്ലുന്നവരെ ഞാനത് പറയും. സുവിശേഷം ലാഭം ഉണ്ടാക്കാനുള്ളതല്ല, സുവിശേഷം മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി സ്വർഗരാജ്യത്ത് കൊണ്ടുപോകാനുള്ള സുവിശേഷം. അതാ ഞാൻ പഠിച്ചത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. ഒത്തിരി കഷ്ടങ്ങളിലൂടെയാണ് ഞാനും കടന്നു പോകുന്നത്. രോഗങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ ചിന്ത, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, കുറച്ചാളുകൂടി ഇങ്ങനെ ജീവിച്ചാൽ മതി. ഇത് കഴിയുമ്പോൾ മരിച്ച് രൂപാന്തര ശരീരത്തിലേക്ക് കർത്താവ് വരുമ്പോൾ രൂപാന്തര ശരീരം കിട്ടും. അതോടെ കഷ്ടത, കണ്ണിന് ദുഃഖം, മുറവിളി എല്ലാം മാറും. കോവിഡും യുദ്ധം മുറവിളിയും എല്ലാം ഇല്ലാത്ത രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നത്. പുതിയ യെരൂശലേമിന്റെ ചിത്രം ഞാൻ നേരത്തെ വരച്ചു കാട്ടിയല്ലോ കഴിഞ്ഞ എപ്പിസോഡില്. ഇനി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏറ്റവും മനോഹരമായ പട്ടണത്തിലേക്കാണ് ഞാൻ പോകുന്നത്. സോളമൻ ഉണ്ടാക്കിയ പട്ടണത്തെക്കാളും ഇന്നത്തെ ഏത് പട്ടണത്തെക്കാളും മനോഹരമായ പുതിയ യെരൂശലേമില് എനിക്കൊരു അവകാശം കിട്ടുമെന്നുള്ള സന്തോഷമാണ് ഈ ജീവനോടെ ഈ ശരീരത്തിലിരിക്കുമ്പോൾ എന്നെ ഭരിക്കുന്ന ഘടകം. എന്റെ സന്തോഷം അതാണ്. കുറച്ചു നാള് കഷ്ടത അനുഭവിച്ചാൽ മതി, അത് കഴിയുമ്പോൾ മഹാസന്തോഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. കുറച്ചു നാൾ കൂടി ഞാൻ പ്രയാസം അനുഭവിച്ചാൽ മതി, അത് കഴിയുമ്പോൾ മരണാനന്തര ജീവിതം, വിശ്രാമ സ്ഥലത്ത് കർത്താവ് വരുമ്പോൾ പ്രിയമുള്ളവരെ നാം ഇന്നതാകുന്നതിന് പ്രത്യക്ഷമാകില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുക. അവരോട് സദൃശന്മാരാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അവിടുത്തെ കർത്താവായ സുരക്ഷിതമായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തന്നെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാണ് സഹോദര എന്റെ പ്രത്യാശ. അതാണ് എന്റെ പ്രത്യാശ. ആ പ്രത്യാശയുള്ളതുണ്ടായി കഷ്ടത അനുഭവിക്കുന്നത്. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളല്ല, അനുസരണം പഠിച്ച് തികഞ്ഞവനായി. കഷ്ടതയിലൂടെ അനുസരണം പഠിച്ച് തികഞ്ഞു വരാനാ. കഷ്ടതയെ ശാസിച്ച് തിരുവനന്തപുരത്തുള്ള ഒരു ഗുണം പിടിക്കാത്ത ഉപദേശി കോടീശ്വരനായി. ഇന്നാള് ഞെളിഞ്ഞിരുന്നുകൊണ്ട് പറയുക, എനിക്ക് കിട്ടുന്ന കാശിനൊക്കെ ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പൊ ബാംഗ്ലൂരുകാരനൊരു വെളിവില്ലാത്തവൻ അവനും പറയുക, എന്താ ഞാനും കൃത്യമായി ടാക്സ് കൊടുക്കുന്നുണ്ടെന്ന്. ഈ പറഞ്ഞ പുള്ളികള് 1965-ലോ 63-ലോ 7 രൂപ 50 പൈസ സ്വത്രാശ കിട്ടിയപ്പോൾ അത് പിച്ചക്കാശാണെന്ന് പറഞ്ഞ മാന്യൻ 2025-ൽ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ 7 മിഷ്യൻ വെച്ച് സ്വത്രാശയും ദശാംശം എണ്ണി ബാങ്കിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക, എന്നിട്ട് ഞങ്ങൾ നരകത്തിൽ പോകാൻ കാത്തിരിക്കുക. എനിക്ക് അങ്ങനെ തോന്നിയത് പറഞ്ഞത്. പുള്ളി പറഞ്ഞത് വേറെയാ, എനിക്ക് തോന്നിയത് ഇങ്ങനെയാ. കാരണം ഇങ്ങനെ സംഭവിക്കുള്ളൂ. എന്താ അങ്ങനെ പറയാനുള്ള കാര്യം? എനിക്ക് ഇവരോടുള്ള വിരോധം കൊണ്ട് പറയുകയല്ല. ഈ വിഡ്ഢിത്തങ്ങൾ, ഈ പോഷത്വങ്ങൾ, ഈ അവിവേകങ്ങൾ വിളിച്ചു പറയുമ്പോൾ ദൈവവചനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും സാധാരണക്കാരായ പാസ്റ്റർമാർ ഇവിടെ ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കിക്കോളും. ഇനിയെങ്കിലും
മനസ്സിലായോ? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. വചനം പ്രസംഗിക്കാനായിട്ട് പോകാൻ പറഞ്ഞു. എന്തറിയാം, ഒരു ചുക്കും അറിയത്തില്ല. വചന പണ്ഡിതന്മാരായ ദേവദാസന്മാരും ശിഷ്യപ്പെട്ടപ്പോൾ എനിക്ക് വചനം കിട്ടി. അവരൊക്കെ പാവങ്ങളായിരുന്നു, കഷ്ടതയുടെ നെല്ലിപ്പലകൂടി പോയവരായിരുന്നു. എവരുടെ പുറകെ നടക്കുന്നവർക്ക് എന്നാ പഠിക്കാൻ പറ്റും? ഹെലിപ്പാഡുണ്ടാക്കി ചർച്ചിന്റെ മുകളിൽ പ്ലെയിൻ ഇറക്കാനും ഹെലികോപ്റ്റർ ഇറക്കാനും പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്ന ഇവരോട് എന്ത് പഠിക്കാനാണ് നമുക്കുള്ളത്? ഈ വഷളത്വം പറഞ്ഞ് പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നവര്. എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ പറയാം കേട്ടോ, ദേഷ്യമല്ല, സങ്കടം. ജനം നരകത്തിലേക്ക് പോവാ സഹോദര. ഈ ഉപദേശം പറഞ്ഞ് ജനത്തെ രക്ഷപ്പെടുത്തിയെടുക്ക്. അതിന് ദൈവം നിന്നെ കണ്ടിരിക്കുക. നിത്യതയിലേക്ക് ചില അനേകരെ വചനം പ്രസംഗിച്ച്, ദൈവവചനം എന്ന വാളെടുത്ത് തലങ്ങും വിലങ്ങും പ്രസംഗിച്ച് അനേകരെ നിത്യതയിലേക്ക് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. അതിനായി ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അയച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. അവരെ കർത്താവ് തന്റെ സഭയോട് ചേർത്തുകൊണ്ട്, കർത്താവിന്റെ സഭ അതാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അയച്ചു വരുന്നവരാണ് കർത്താവിന്റെ സഭ. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, നിങ്ങളും 200, 300, 400, 500, 1000, 2000, 3000 ലക്ഷങ്ങളുള്ള സഭകളുടെ അംഗങ്ങളായിരിക്കാം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിത്യതയെ കുറിച്ച് നിങ്ങൾ പരുങ്ങേണ്ടി വരും. ഹല്ലേലൂയ. ഒരൊറ്റ ആയുസേ ഉള്ളൂ നമുക്ക് ഇവിടെ. 70 80 സംവത്സരം ഒരൊറ്റ ആയുസേ ഉള്ളൂ നമുക്ക് ജീവിക്കാൻ കർത്താവ് തരുന്നത്. അത് ദൈവവചന വ്യവസ്ഥ പ്രകാരം ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ പോയി അഴിയെണ്ണേണ്ടി വരും നമ്മൾ. കെടാത്ത തീയും ചാകാത്ത പുഴുവും ഉഷ്ണക്കാറ്റും തീയും ഗന്ധകവും പുഴുവരിക്കുന്ന അടുത്ത് പോയി കിടക്കേണ്ടി വരും. എത്ര വർഷം കിടക്കണം ബ്രദർ? നിങ്ങൾ പറഞ്ഞല്ലോ, കോടാനുകോടി വർഷം. യെസ്, യു ആർ റൈറ്റ്. കോടാനുകോടി വർഷം കിടക്കും. ദൈവവചനം അനുസരിച്ച് കർത്താവിന്റെ മാറിൽ ചാരി ജീവിക്കുന്ന, കഷ്ടതകൾ അനുഭവിച്ച് ഞെരുക്കമുള്ള വഴിയിലൂടെ രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവിന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നു. അത് അനുഭവിച്ച് ഞാൻ ക്രിസ്തുവിൽ തികഞ്ഞവനായി കർത്താവിന്റെ സന്നിധി ചെല്ലാനാണെന്നുള്ള ദൈവവചനത്തിലൂടെയുള്ള പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഞാനും നിങ്ങളും കോടാനുകോടി വർഷം സ്വർഗത്തിൽ സന്തോഷിക്കുമെന്ന് വിശ്വസിക്കണം. അതാ പറയാനാ ഞാനിവിടെ വന്നേ. രാവിലത്തെ യാത്ര വലിയ വേദനയായിരുന്നു എനിക്ക്. 3 മണിക്കൂർ ഞാൻ ഇരുന്നിട്ട് എനിക്ക് എണീക്കാൻ പറ്റിയില്ല. ജനം അതുപോലെ തിങ്ങിയിരിക്കുക. ഞാൻ പറഞ്ഞു, കർത്താവിന് ഞാൻ രാത്രി വന്നോളാം. അത്ര ബുദ്ധിമുട്ട് യാത്രയിലേക്ക് വെച്ചു. പക്ഷെ ഇപ്പൊ മനസ്സിലായി ഇതൊക്കെ പറയാൻ ഇവിടെ വന്നത്. ആ സന്തോഷമായി. ഈ പറഞ്ഞ വചനങ്ങൾ എന്നെ ബാധിക്കുന്ന കാര്യമാ. എനിക്ക് കിട്ടാൻ പോകുന്ന നിത്യത. ഒരു അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ചു. അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചു. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ബയോഡേറ്റ ഞാൻ വായിച്ചിവിടെ കേൾപ്പിച്ചല്ലോ. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം തൊട്ട് 6-ാം അധ്യായത്തിലെ 6 മുതൽ 4 മുതൽ 10 വരെയും എഫേസ് ലേഖനം വളരെ കഷ്ടം. മതി നമ്മൾ വായിച്ചൂടെ? എഫേസ് ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 11, 13, 14, 15 വാക്യം വായിച്ചപ്പോൾ അതിൽ മനസ്സിലായി. ഇപ്പൊ നമ്മൾ വായിച്ചത്. ഇനി വായിക്കുന്നവർ ഞാൻ ഈ പറയുന്നുണ്ടല്ലോ, അവരത് എടുത്ത് വായിക്കട്ടെ. ഇതാ കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര്. ഇന്നത്തെ ശിഷ്യന്മാരും ഇന്ന് ഈ കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് പണമുണ്ടാക്കി സുഖിക്കുന്ന ജഡീകന്മാര്, ലോകസ്നേഹികള്, ദ്രവ്യാഗ്രഹികള് ഈ കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് പറയാനുള്ളത്, കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ നിങ്ങൾ ഫോളോ ചെയ്യും. പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകരിക്കും, നിങ്ങൾ ഞങ്ങളെ അനുകരിപ്പിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെയും ഉൾക്കൊള്ളും. ഇന്നത്തെ ശിഷ്യന്മാരെ അനുകരിച്ചാൽ നിങ്ങൾ നരക കുഴി കിടന്ന് അഴിയേണ്ടി വരും. അപ്പോസ്തലന്മാരെ അനുകരിച്ചാൽ, അല്ലെങ്കിൽ അവര് പറയുന്ന പോലെ പ്രസംഗിക്കുന്നവരെ അനുകരിച്ചാൽ നമുക്ക് സ്വർഗത്ത് പോകാം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുക. എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി ഒച്ചയും ബഹളമൊക്കെ എടുത്തു. ദൈവമക്കൾ ക്ഷമിക്കണേ. ഈ ഒച്ച എന്തിനാന്ന് ചോദിച്ചാൽ, എൻ്റെ ഹൃദയത്തിന്റെ വേദനയാണ് ആ ഒച്ച, ആ കരച്ചിൽ. ജനത്തെ നരകത്തിലേക്ക് തള്ളിക്കളയുന്നല്ലോ. ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷങ്ങളെ നിത്യമായ നരകത്തിലേക്ക് ഈ ദുരോപദേശമാർ കൊണ്ടുപോകുന്നല്ലോ എന്നോർത്താണ് ഞാൻ കിടന്ന് അലറുന്നത്. ദൈവമക്കളെ, എനിക്ക് വേദനയുണ്ട്. ഞാനൊരു കർത്താവിന്റെ ദാസനാണ്. നമുക്കൊരൊറ്റ ആയുസ്സേ ഉള്ളൂ.
നമുക്കൊരൊറ്റ ജീവിതമേ ഈ ഭൂമിയിലുള്ളൂ. 70-80 സംവത്സരമേ നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ കോടാനുകോടി വർഷം നരകത്തിലോ കോടാനുകോടി വർഷം സ്വർഗത്തിലോ ജീവിക്കേണ്ടവരാണ് നമ്മളെന്നുള്ള ബോധ്യം ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകും. അതിനനുസരിച്ച് നിങ്ങൾ ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. അതിനായിട്ട് കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് യോനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു വെരി മച്ച്.